ആർ.എസ്. കോളേജിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം പല പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ വളരെ ചുരുങ്ങിയ സുഹൃത്തുക്കൾ പലരും ഉണ്ടാകുമെന്നല്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം, ഇത്രയും വലിയൊരു കൂട്ടം, ഇത്രയും വലിയൊരു കൂട്ടായ്മ തീർച്ചയായിട്ടും സന്തോഷമുളവാക്കുന്നതാണ്. ഇത് പക്ഷെ ഒരു പ്രസംഗവേദിയാകുമ്പോൾ വളരെ ഔപചാരികമായി പോകുന്നത്. പക്ഷെ അവരെ ആരെയും പലരെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാതെ പോലെ മാറിയിരിക്കുന്നു. എന്നെ നിങ്ങൾ ഈ സിനിമയിലുള്ളത് കൊണ്ട് കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലാകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. പക്ഷെ എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഒന്നല്ല ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പല ആളുകളും പ്രസംഗിച്ചതിൽ നിന്ന് ഭയങ്കര രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഇതിന്റെ അധ്യക്ഷൻ ശ്രീ കെ.ആർ. വിശ്വംഭരൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി നന്ദി. വിശ്വംഭരൻ മോളുടെ കല്യാണമൊന്നുമല്ല എല്ലാവർക്കും നന്ദി പറയാം. അതുപോലെ ഇപ്പൊ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രസംഗിച്ച കംപ്ലീറ്റ് ഷേക്സ്പീരിയൻ ഡ്രാമയുടെ ക്ലൈമാക്സ് വളരെ വീറോടും വാശിയോടും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രസന്റ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു, ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ആയില്ലെങ്കിൽ പിന്നെ വേറെ ആരാകും? എത്രയോ കാലം മുമ്പ് പഠിച്ചാണ്, എനിക്കൊരു അക്ഷരം ഓർമ്മയില്ല. അന്നൊക്കെ ബാലചന്ദ്രൻ പോലെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മമ്മൂട്ടിയാവുന്ന വല്ല ഒരു IAS ഓഫീസറായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇവിടെ തുരുക്കിറങ്ങിയത്. ദൈവാദിനം കൊണ്ട് അത്രയും നന്നായിട്ട് പഠിച്ചില്ല. ഈ കലാലയത്തിൽ ഏറ്റവും കൂടുതൽ ഞാനായി എഴുതിയ, ഒരുപക്ഷെ നിങ്ങളൊക്കെ ബുക്ക് വായിക്കുമ്പോൾ തോന്നുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് ഈ കോളേജിൽ പഠിക്കാനുള്ള ഇവിടുത്തെ അധ്യാപകരോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറോ ഈ ബിൽഡിങ്ങോ ഈ മരച്ചോടോ ഒന്നുമില്ല, ഇവിടുത്തെ പെൺകുട്ടികളായിരുന്നു. കാരണം ഞാൻ സേവര കോളേജ് പഠിക്കുമ്പോൾ അവിടെ പെൺകുട്ടികളില്ല. ഇവിടുത്തെ പ്രധാനമായ ആകർഷണം ഇവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പാരമ്പര്യം ഇപ്പോഴുള്ള കുട്ടികളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന്. ഈ കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു മൊത്തമായി കലാലയത്തിന്റെ അന്തരീക്ഷം മൊത്തം പ്രണയാതുരമാണ്. ഒട്ടും പ്രണയിക്കാൻ സാധിക്കാത്ത ഈ അംസക്കോയെ പോലുള്ള ആൾക്കാരൊക്കെ പ്രേമിച്ചു എന്ന് പറയുമ്പോൾ, ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇയാളൊക്കെ ആരെങ്കിലും പ്രേമിച്ചാൽ, ഇയാളെയൊക്കെ ആരെങ്കിലും